of now, we are having the 9.7 acres of land here, and we are intending to start new courses and programs. അപ്പോൾ എല്ലാ വ്യൂവേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വരുന്ന സൊസൈറ്റിയിലുള്ള വ്യൂവേഴ്സ് ഇനി മാറി ഒന്ന് ചിന്തിക്കണം. നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ വരുന്ന ന്യൂ ജനറേഷൻ്റെ ട്രെൻഡ് എന്താണ്, അതിനനുസരിച്ച് നമ്മളെ പ്രോഡക്ട്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതിനെ ഗവൺമെൻറ് ഒരു ഏതാണ്ട് 20ഓളം സ്കീംസ് നമുക്ക് തരുന്നുണ്ട്. ഗവൺമെൻറ് വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഈ ഹാൻഡ്ലൂം സെക്ടറിലേക്ക് കാണിക്കുന്നുണ്ട്. People think that the government will come forward to protect the industry. No industry in the world, except in the initial stages, because we had one of the best startup environment anywhere in India, in this Kerala. എന്തൊക്കെയോ ഒരാൾ കൈകൊണ്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന് ഒരു ജീവന്റെ അംശം ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടും ഈ പ്രത്യേകിച്ച് ഹാൻഡ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഹാൻഡ്ലൂം പ്രോഡക്ട്സ് എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന് എനിക്ക് അതിന്റെ പിന്നിൽ ഒരു രൂപം കാണാൻ പറ്റാറുണ്ട് എപ്പോഴും. അപ്പൊ അതിന് ഞാൻ അതിൻ്റെതായ ഒരു റെസ്പെക്റ്റിലും ഒരു സ്നേഹത്തിലും ഒരു അറ്റാച്ച്മെന്റും ഒക്കെ കൂടുതൽ കൊടുത്തിട്ടാണ് എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. Displaying the products here. Anything more support you require to let us know, so we will put the students in an internship at different places. ഈ നെയ്ത്ത് വ്യവസായത്തിൽ ഒരു പുത്തൻ ഉണർവ് കുറേയധികം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സൗകര്യം ഗവൺമെന്റ് ഉണ്ടാക്കി. If the business keeps continuing at least in the same rate, then it is sustainable. तो मैंने एक भी वीवर अच्छी आर्थिक स्थिति में नहीं देखा था. നമ്മുടെ കേരള സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ ആ കമ്മിറ്റിയുടെ ഭാഗമായതോടെയാണ് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പല കൈത്തറി സഹകരണ സംഘങ്ങളിലും കൈത്തറിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളിലുമൊക്കെ പോകാനും ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കാനുണ്ട് എനിക്ക് ഒരു അവസരം ഉണ്ടായത്. It has been such an honor to be a part of this wonderful event. I am really thankful for giving me an opportunity to deliver a vote of thanks.